ഹലോ ആൾ ആൻഡ് വെൽക്കം ടു സിവിലിയൻസ്. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന്റെ സിലബസ് അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ആ സിലബസ് കണ്ടു കാണുമല്ലോ. അന്ന് നമുക്ക് റേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈസി ടു മീഡിയം ലെവലാണ് ആ ഒരു എക്സാം വരുന്നത്. അപ്പോൾ ആ സിലബസ് നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം ആണ്, കാരണം ഒരു ഈസി ടു മീഡിയം ലെവൽ ആയതുകൊണ്ട്. സോ എന്നാൽ നമുക്ക് ആദ്യം ആ നോട്ടിഫിക്കേഷൻ ഓവർവ്യൂയിലേക്ക് പോകാം. അത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ 461/2025 ഓവർസിയർ ഗ്രേഡ് 1 പോസ്റ്റിലത്തേക്കാണ് ഒരു എക്സാം വരുന്നത്. പിന്നെ KTDC കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 1 പോസ്റ്റിലത്തേക്കാണ്. അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓവർസിയർ ഗ്രേഡ് 1 പോസ്റ്റ്, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1, ഓവർസിയർ ഗ്രേഡ് 1 ഹാർബർ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എക്സ്പീരിയൻസ് വേണ്ട ഒരു പോസ്റ്റാണ്, അതിന്റെ ഡ്രാഫ്റ്റ്സ്മാന്റെ പോസ്റ്റിലാണ്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റിന്റെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പോസ്റ്റാണ്. അടുത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റിന്റെ തന്നെ NCA കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബിലത്തേക്കുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടറിന്റെ പോസ്റ്റ്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റിന്റെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് ട്രെയിനിങ് ഇൻസ്ട്രക്ടറിലേക്ക് തന്നെ. അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാന്റെ PWDയിലേക്കുള്ള ഒരു പോസ്റ്റ്. അതുപോലെ തന്നെ PWDയിലേക്കുള്ള ഫസ്റ്റ് ഗ്രേഡ്, അതായത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിലുള്ള പോസ്റ്റാണ്. ഇത്രയും ഒരു പോസ്റ്റാണ് വരുന്നത് ആ ഒരു എക്സാമിന്. അതായത് നമ്മുടെ ജൂൺ 30 ഈ ഒരു എക്സാം നടക്കുന്നത്. സോ അതിലത്തേക്കുള്ള പോസ്റ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഓവറിലേക്ക് പോകാം. അതിൽ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. പക്ഷേ ആൻറ്റിസിപ്പേറ്റഡ് ആണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 9 എക്സാം ആണ് ആ ഒരു ഒറ്റ ദിവസം നടക്കുന്നത്, 9 ഡിപ്പാർട്ട്മെന്റിലത്തേക്കുള്ളത്. സോ അതിലത്തേക്ക് ഈ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ തന്നെ കുറേ പേരൊക്കെ വിഷമിക്കും. എന്നാലും വിഷമിക്കേണ്ട, കാരണം 9 പോസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വേക്കൻസി എന്തായാലും വരും. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ BTech ഓർ ഡിപ്ലോമയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 to 36 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ കൺഫർമേഷൻ 11/4/2026 ആണ്. എന്നാലും ആ ഒരു ലാസ്റ്റ് മിനിറ്റിലത്തേക്ക് നോക്കാതെ, അതായത് ആ ഒരു ലാസ്റ്റ് റഷ് ഒഴിവാക്കാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ആ ഒരു കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ എക്സാം ഡേറ്റ് വരുന്നത് ജൂൺ ആണ്, അതായത് 30/6/2026 എക്സാം വരുന്നത്. എന്നാൽ ഒരു കോംപ്രിഹെൻസീവ് സിലബസ് അനാലിസിസ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ കുറച്ച് സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ പുതുതായിട്ട് എക്സാം എഴുതുന്ന കുറച്ച് സ്റ്റുഡൻസ് കാണുമല്ലോ. അപ്പോൾ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് ടോട്ടൽ മാർക്സ് വരുന്നത് 100 മാർക്സ് ആണ്. 100 മാർക്സ് ആണ് നമുക്ക് എക്സാം വരുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഇത് ശ്രദ്ധിക്കണം കേട്ടോ. 1/3 മാർക്ക്, അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ 1/3 മാർക്കാണ് റെഡ്യൂസ് വരുന്നത്. അതായത് നമുക്ക് ആകെ കിട്ടിയ മാർക്കിൽ നിന്ന് 1/3 മാർക്ക് റെഡ്യൂസ് ആവും. എന്നാൽ ശരി, നമുക്ക് ആ ഒരു സിലബസ് ഓവർവ്യൂയിലേക്ക് പോകാം. അപ്പോൾ സിലബസ് ഓവർവ്യൂ നോക്കുന്ന സമയത്ത് ആ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷൻ ടെക്നോളജി, ഈ കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഇതിനാണ് വെയിറ്റേജ് കൂടുതൽ. അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസിന് 15 മാർക്സും, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ടെക്നോളജിക്ക്, അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് 15 മാർക്ക്. അതുപോലെ തന്നെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്, നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അത് 10 മാർക്ക്. RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് രണ്ടും കൂടെ 10 മാർക്ക്. പിന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്, അത് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അടുത്ത് റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജസ് ആൻഡ് ടണൽസ്, അത് എത്ര മാർക്കിനാണ്? 10 മാർക്കിനാണ്. അതുപോലെ തന്നെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്, അതായത് എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ, അതൊക്കെ വരുന്നത് 5 മാർക്കാണ്. പിന്നെ നമ്മുടെ സർവേയിങ് ആൻഡ് ലെവലിംഗ് 10 മാർക്സ് ആണ് പറഞ്ഞത്. ലാസ്റ്റിലായിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 10 മാർക്കിലെത്തേക്കാണ്. ഇതാണ് ആ ഒരു സിലബസിന്റെ വെയിറ്റേജ്, ആ ഒരു ഓവർവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ശരി, നമുക്ക് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു സിലബസിലേക്ക് നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് നോക്കുമ്പോൾ ആദ്യ സബ്ജക്ട് ഏതാണ്? ബിൽഡിംഗ് മെറ്റീരിയൽസ്. 15 മാർക്കിനാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ചോദിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ നോക്കിക്കേ, റോക്സിന്റെ നമ്മൾ മെയിനായിട്ട് ഏതൊക്കെ പഠിക്കുന്നത്? നമ്മുടെ ക്ലാസിഫിക്കേഷൻ, അതായത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ആ ഒരു ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ റോക്സിൽ. പിന്നെ അതിൻ്റെ തന്നെ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കും. അടുത്ത് നമ്മൾ ഈ സ്റ്റോൺസ് വരുമ്പോൾ നമുക്കറിയാം ഏതാണ് ഈ ടെസ്റ്റ്, ക്വാളിറ്റീസ്, അതിൻ്റെ ആ ഒരു കോറിങ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ തന്നെ കോറിങ് മെത്തേഡ്സ്, അതിൻ്റെ ടൂൾസ് ഒക്കെ ചോദിക്കും. ആ ടൂൾസ് എന്തിനാണ്, ഈ കോറിങ് മെത്തേഡ്സിൽ തന്നെ എന്തിനാണ് ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ മെയിനായിട്ട് ചോദിക്കുന്നതാണ്. അതിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതായത് മോസ് സ്കെയിൽ ഓഫ് ഹാർഡ്നെസ്. അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഈ മോസ് സ്കെയിൽ ഓഫ് ഹാർഡ്നെസ്. അടുത്ത് നമുക്ക് വരുന്നത് ബ്രിക്കിൽ ഈ ടെസ്റ്റ്, അതുപോലെ തന്നെ ക്വാളിറ്റീസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ തന്നെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതായത് ഈ ബ്രിക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താണ്, അതിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ്, അതായത് അതിൽ തന്നെ പർട്ടിക്കുലറായിട്ട് കുറച്ച് ടെമ്പറേച്ചർ ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഈ ലൈം ആൻഡ് സിമെൻറ്റ് വരുമ്പോൾ അതിലും ഈ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞ മാനുഫാക്ചറിങ്ങിലുള്ള ഈ എല്ലാ, അതായത് നമ്മുടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസും എടുക്കുന്ന സമയത്ത്
ഇതിൽ മെയിനായിട്ട് കുറച്ച് ടെമ്പറേച്ചേഴ്സ് പറയുന്നുണ്ട്, അത് നമ്മൾ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത് നമ്മൾ ഈ ക്ലേ പ്രോഡക്ട്സിൽ ഏതാണ് എർത്ത് ആൻഡ് വെയർ, സ്റ്റോൺ വെയർ, പോർട്സ്ലെയിൻ, അങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. അടുത്ത് മോർട്ടാർ, അതിൻ്റെ കോൺക്രീറ്റ്, അതിൻ്റെ തന്നെ പ്രിപ്പറേഷൻ, അതുപോലെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ തന്നെ ടൈപ്സ്, യൂസസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും മോർട്ടാറിൻ്റെയും കോൺക്രീറ്റിൻ്റെയും പ്രിപ്പറേഷൻ, ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, യൂസസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടിമ്പർ, നമ്മൾ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒരു സ്റ്റുഡൻറ്റ് പഠിച്ച് തുടങ്ങുന്നത് തന്നെ ഒരു ടിമ്പർ എന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും. അപ്പോൾ ടിമ്പറിൽ നിന്ന് ഏതൊക്കെയാണ് ചോദിക്കുന്നത്? സ്ട്രക്ചർ, അതിൻ്റെ തന്നെ ഹാർട്ട് വുഡ് എവിടെയാണ്, പിത്ത് എവിടെയാണ്, സാപ്പ് വുഡ് എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷൻ, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ടിമ്പറിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഡിഫക്ട്സ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഡിഫക്റ്റ് ഒക്കെ എല്ലാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഡിഫക്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഡ്മിക്സ്റ്റേഴ്സ്, പെയിൻറ്റ്സ്, വാർണിഷേഴ്സ്, അതിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷനും ടൈപ്സും യൂസസും ഒക്കെയാണ് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ മെയിനായിട്ട് ചോദിക്കുന്നത്. സോ അടുത്ത് നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് പോകാം, അതായത് കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തന്നെയാണ്. സോ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ കമ്പോണൻസ് ഓഫ് ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്. അടുത്ത സ്റ്റോൺ മേസൺട്രി പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്, ഒരു 3 ടേംസ് ഉണ്ട്. കോർബല്, കോർണിസ്, കോപ്പിംഗ്. ഇത് മെയിനായിട്ട് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള, സ്റ്റുഡൻസിന് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും എഴുതി വെച്ച് പഠിക്കണം. അതായത് സ്റ്റിക്ക് നോട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചുമരിലൊക്കെ നമ്മൾ എഴുതി വെക്കുമല്ലോ, സ്റ്റിക്ക് നോട്ട് ചെയ്യത്തില്ലേ, അതിൽ നമ്മൾ ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എപ്പോഴും കണ്ട് അത് നമുക്ക് മനസ്സിൽ പഠിക്കാൻ സാധിക്കും. സോ അടുത്ത് നമുക്ക് നോക്കാവുന്ന ഇതാണ് ബ്രിക്ക് മേസൺട്രി. ഏതാണ് ബ്രിക്ക് മേസൺട്രിയിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് ബ്രിക്കിൻ്റെ നമ്മുടെ ആ ഒരു ക്ലാസിഫിക്കേഷനും ഇംഗ്ലീഷ്, നമ്മൾ ബോണ്ട് ഉണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, റേക്കിംഗ് ബോണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ബോണ്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മെയിനായിട്ട്. അടുത്ത് നമ്മൾ ആർച്ചസ് വരുന്നുണ്ട്. ആർച്ചസിൻ്റെ തന്നെ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ഇതാണ് ടെക്നിക്കൽ ടേംസ്, അതിൻ്റെ ടൈപ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ലിൻഡൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ, നമ്മളിപ്പോൾ ബ്രിക്ക് ലിൻഡൽ പഠിക്കുന്നുണ്ട്, ടിമ്പറിൻ്റെ ലിൻഡൽ പഠിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് ലിൻഡലിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നമ്മൾ ഫൗണ്ടേഷൻ, അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ലാസ്റ്റ് പഠിക്കുന്നതാണ്. ഇത് ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ, ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്. പിന്നെ പെർമനൻ്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചേഴ്സ്, അതിൽ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ ആ ഒരു സ്കഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഷോറിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർപിന്നിങ്, ഇത് 3 ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ പർപ്പസ്, അതായത് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ വരുന്നത്, അതായത് അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ തന്നിട്ട് നമ്മളിത് ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റുഡൻസിനെങ്കിലും കൺഫ്യൂഷൻ വരാറുണ്ട്, ഈ സ്കഫ് ഷോറിങ്, അണ്ടർപിന്നിങ്. അടുത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ബിൽഡിംഗ് സ്ട്രക്ചർ, അതായത് DPC, ഡാം പ്രൂഫ് കോട്ടിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് വരുന്നുണ്ട്. പിന്നെ ടൈപ്സ്, അതായത് നമ്മുടെ ഹിഞ്ചസ് ഉണ്ട്, ബോൾസ് ഉണ്ട്, അതൊക്കെയാണ് മെയിനായിട്ട് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ റൂഫ് സ്ട്രക്ചറിൻ്റെയൊക്കെ അനിമേഷൻ വീഡിയോ, അതായത് സിവിലൻസിൻ്റെ തന്നെ അനിമേഷൻ വീഡിയോ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് അത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി, നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. അടുത്ത സബ്ജക്റ്റ് ഏതാണ്? ബിൽഡിംഗ് ഡ്രോയിങ്സ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. അതിൽ തന്നെ നമ്മുടെ ഏതാണ്? ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ സിവിലൻസിൽ പഠിച്ച സ്റ്റുഡൻസിനാണെങ്കിൽ അറിയാം, അതായത് നമ്മുടെ ഗ്രേഡ്സ് ഓഫ് നമ്മുടെ പെൻസിൽ പഠിക്കുന്ന സമയത്ത് ജിസിൻ സാർ പറയുന്ന ഒരു കോഡുണ്ട്, ഹലോ ഫഹദ് ഹബീബി. അപ്പോൾ അങ്ങനത്തെ കുറേ കോഡ്സ് ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കും. സോ ഇപ്പോൾ ഗ്രാഫിക്സ് എന്നല്ല, ഏത് സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്തായാലും നമ്മൾ കോഡ്, അതുപോലെ തന്നെ സ്റ്റിക്ക് നോട്ടൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫിക്സിൽ വരുന്നതാണ് ബിൽഡിംഗ് ബൈലോസ്, പിന്നെ ലേ ഔട്ട് പ്ലാൻ എന്താണ്, കീ പ്ലാൻ എന്താണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് വായിച്ചപ്പോൾ തന്നെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്ങിൻ്റെ ഈ അർബൻ പ്ലാനിങ് എന്ന ആ ഒരു ടോപ്പിക്ക് വരുന്നതാണ് നമ്മുടെ ആ ഗ്രീൻ ബെൽറ്റ് ആൻഡ് ലാൻഡ് എന്ന് വരുന്നത്. ഓക്കെ, എന്നിട്ട് അടുത്ത് വരുന്നതാണ് നമ്മളെ CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്. ഈ CAD-ൽ മെയിനായിട്ട് ചോദിക്കുന്നത് ഏതാണ്? നമ്മുടെ ഷോർട്ട് കട്ട് കീസ് എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു ഇൻ്റർഫേസിൽ വരുന്ന ആ ഒരു, ഇപ്പോൾ മെനു ബാറിൽ നമുക്ക് എന്തൊക്കെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത് നമുക്ക് 4ാമത്തെ സബ്ജക്റ്റ് ഏതാണ്? RCC ആൻഡ് സ്റ്റീലാണ്. ഈ RCC സ്റ്റീൽ വരുന്ന സമയത്ത് RCCയിൽ തന്നെ മെറ്റീരിയൽസ്, അതിൻ്റെ പ്രൊപ്പോർഷൻസ്, പിന്നെ മെത്തേഡ്സ് ഓഫ് മിക്സിങ് കോൺക്രീറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോം വർക്ക്, ഈ ഫോം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഇപ്പോൾ റിമൂവൽ ഓഫ് ഫോം വർക്ക് ഉണ്ട്, അതായത് ഇപ്പോൾ ഫോം വർക്ക് ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിമൂവൽ ഓഫ് ഫോം വർക്ക്സ് ഉണ്ട്. ഇപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഫോം വർക്ക് മാറ്റേണ്ടത്.
ഇപ്പോൾ 28 days അങ്ങനെയൊക്കെ കുറച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണത്. അതുപോലെ തന്നെ RCC സ്ട്രക്ചേഴ്സിൽ വരുമ്പോൾ കോളംസ്, ബീംസ്, സ്ലാബ്സ്, അതിൻ്റെ തന്നെ ഈ സ്ലാബ്സിൽ തന്നെ 1 വേ സ്ലാബ്, 2 വേ സ്ലാബ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡിഫറൻസ് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്ത സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ വരുന്ന സമയത്ത് കോമൺ ഫോംസ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് ഏതൊക്കെയാണ്? നമ്മുടെ ഐ സെക്ഷൻസ്, അതുപോലത്തെ കുറേ സെക്ഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ശരി, നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്. ഇതെന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലുള്ള നമ്മുടെ ഓവർസിയറിന് ചോദിക്കുന്ന മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്. അതിൽ തന്നെ സിസ്റ്റംസ് ഓഫ് സാനിറ്റേഷൻ, അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് ഹൗസ് ഡ്രെയിനേജ്, പ്ലംബിംഗ് സിസ്റ്റം, സാനിറ്ററി ഫിറ്റിങ്സ്, അതിൽ തന്നെ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? മാൻ ഹോൾസ്, സെപ്റ്റിക് ടാങ്ക്സ്, അതിൻ്റെ തന്നെ ഓരോ ടൈപ്പ് നമുക്ക് വാൽവ്സ് ഉണ്ട്, ഓരോ ടൈപ്പ് പൈപ്പ്സ് ഉണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ പഠിക്കുന്നത്. അത് 5 മാർക്കിനാണ് ചോദിക്കുന്നത്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്. അടുത്ത് നമുക്ക് പോകേണ്ടത് 6ാമത്തെ സബ്ജക്റ്റ് ഏതായിരുന്നു? റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജസ് ആൻഡ് ടണൽസ്. ഇതിൽ തന്നെ നമുക്ക് ഏതൊക്കെയാണ് റോഡ് എലമെൻറ്റ്സ്? നമ്മുടെ കാരേജ് വേ, അതുപോലെ തന്നെ ക്യാമ്പർ, ഷോൾഡർ എന്താണ്, അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ റോഡിൻ്റെ ടൈപ്സ് ഉണ്ട്. ടൈപ്സ് അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ കർവ്സ് ഉണ്ട്. അതുപോലെ തന്നെ സൂപ്പർ എലിവേഷൻ, അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ റോഡിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കുന്നത്. റോഡ് കർവ്സ് ആൻഡ് ഗ്രേഡിയൻറ്റ്, പിന്നെ റോഡ് ഡ്രെയിനേജ് സിസ്റ്റം, അതൊക്കെയാണ് റോഡ്സിൽ വരുന്നത്. അടുത്ത ബ്രിഡ്ജസ് ആൻഡ് ടണൽസ് വരുന്ന സമയത്ത് ഈ ഒരു ബ്രിഡ്ജ് എടുക്കുന്ന സമയത്ത് ആ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു പാർട്സ് ഉണ്ടല്ലോ, ആ ഒരു പാർട്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ആ ഒരു യൂസ് എന്താണ് എന്നൊക്കെയാണ് അവിടെ മെയിനായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ IRC ലോഡിംഗ് ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ, ബ്രിഡ്ജസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ടൈപ്സ്, പിന്നെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ഇതാണ് കേസൺസും കോഫർ ഡാംസും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൾവേർട്സ്, പിന്നെ ടണൽസിൻ്റെ ഒക്കെ നമുക്ക് ആ ഒരു ബ്ലാസ്റ്റിംഗ് മെത്തേഡ്സ്, അങ്ങനെയൊക്കെ കുറച്ച് ടൈപ്സ് ഉണ്ട്. സോ അടുത്ത് നമ്മൾ റെയിൽവേസിൽ പോകുന്ന സമയത്ത് റെയിൽവേസിൽ നമ്മൾ മെയിനായിട്ട് ചോദിക്കുന്നത് ഗേജസ്, അതുപോലെ തന്നെ പെർമനൻറ്റ് വേ എന്ന കുറച്ച് നമുക്ക് ഡെഫിനിഷൻസ് കുറേ പഠിക്കാനുണ്ട് റെയിൽവേയിൽ. അതുപോലെ തന്നെ ആ ഒരു റെയിൽവേയുടെ ആ ഒരു അലൈൻമെൻറ്റ് നോക്കുമ്പോൾ അതിൻ്റെ കുറച്ച് പാർട്സ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ട്രാക്ക് കമ്പോണൻസ്, നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ എലമെൻറ്റ്സ് കുറേ ഉണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജോയിൻറ്റ് ടൈപ്സ്, കുറച്ച് നമുക്ക് ബോൾട്സ് ഒക്കെ പറയുന്നുണ്ട്, അതായത് ഫിഷ് ബോൾട്സ്, അങ്ങനെയൊക്കെ കുറച്ച് നമ്മുടെ ആ ഒരു പാർട്സ് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് റെയിൽവേയിൽ കൺസ്ട്രക്ഷൻ ഓഫ് പെർമനൻറ്റ് വേ, റെയിൽവേ സ്റ്റേഷൻ്റെ യാർഡ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടേൺ ഔട്ട്സ്, ട്രാഫിക് സിഗ്നൽസ്, അതായത് നമ്മുടെ ആ ഒരു റെയിൽവേ സിഗ്നൽസ് വരുന്നുണ്ട്, അതും മെയിനായിട്ട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ശരി, നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. അതായത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിനകത്ത് മെയിനായിട്ട് നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. അതായത് ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ്, പിന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, അങ്ങനത്തെ കുറേ ബേസിക് ആയിട്ടുള്ള കുറേ ടേംസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് നോക്കുന്ന മെയിനായിട്ട് അപ്പോൾ ഏതൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേബി ക്രോപ്സ്, കാരിഫ് ക്രോപ്സ്, അതിൻ്റെ എക്സാമ്പിൾ, അതായത് ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞിട്ട് ഇതിപ്പം ഏത് ക്രോപ്പാണെന്ന്, അതായത് ഇപ്പോൾ റാബി ക്രോപ്പാണോ, കാരിഫ് ക്രോപ്പാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് ടൈപ്സ്, ഡാംസ്, ബാരേജസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ പർപ്പസ് എങ്ങനെയാണ്, പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, എങ്ങനെയാണ് അത് വർക്കിംഗ് ചെയ്യുന്നത്, അതിൻ്റെ കമ്പോണൻസ്, ഓരോ പാർട്സ് ഉണ്ടല്ലോ, അതിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണ്, അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ അടുത്ത് കനാൽസ്, പിന്നെ നമ്മുടെ അക്വിഡക്റ്റ്, അതായത് നമ്മളെ ഫുൾ സപ്ലൈ ലെവൽ എവിടെയാണ്, ഹൈ ഫ്ലഡ് ലെവൽ എവിടെയാണ്, അതനുസരിച്ചിട്ട് നമുക്ക് അക്വിഡക്റ്റ്, സൂപ്പർ പാസേജ്, അങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ശരി, നമുക്ക് 8ാമത്തെ സബ്ജക്റ്റ് ഏതായിരുന്നു? എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിൽ എന്താണ് വരുന്നത്? നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ്, അതായത് മീറ്റർ സ്ക്വയർ നമ്മളിപ്പോൾ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് ഏത് ക്വാണ്ടിറ്റി എടുക്കാനാണ് മീറ്റർ സ്ക്വയർ. ഇപ്പം മീറ്റർ ക്യൂബ് വരുമ്പോൾ അടുത്ത നമ്മുടെ ക്വിൻ്റൽ എത്രയാണ്, ഒരു ക്വിൻ്റൽ, അങ്ങനെ കുറച്ച് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ മെയിനായിട്ട്. അതായത് നമ്മൾ ആദ്യം നോക്കുമ്പോൾ എസ്റ്റിമേഷൻ എന്ന സബ്ജക്റ്റ് ആദ്യം നോക്കുമ്പോൾ വരുന്നത് ഇതാണ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ്. അടുത്ത ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ഉണ്ട്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മുടെ പ്ലെന്ത് ഏരിയ മെത്തേഡ്, ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് എസ്റ്റിമേറ്റ് ഉണ്ട്. അതാണ് ആ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്ത് നമുക്ക് വാല്യൂഷനിലേക്ക് വരുമ്പോൾ കുറേ ടേംസ് ഉണ്ട്. ഏതാണ്? ഡിപ്രസിയേഷൻ, പിന്നെ സിങ്കിങ് ഫണ്ട്, അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയതുകൊണ്ട് ഈസി ടു മീഡിയം ലെവലാണ് നമ്മുടെ ആ ഒരു സിലബസ് എങ്കിലും PSC അത്രയ്ക്ക് എളുപ്പമാക്കത്തില്ല, ഫസ്റ്റ് ഗ്രേഡ് ഇൻക്ലൂഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്, അത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് മീൻസ് അത്യാവശ്യം കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ്. അതിപ്പം ഓവർസിയർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓവർസിയർ എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്നുണ്ട്.
സോ അത് മെയിനായിട്ട് ശ്രദ്ധിക്കാൻ നോക്കണം കേട്ടോ. അതിലിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രോബ്ലംസ്, നമ്പർ ഓഫ് ബ്രിക്സ്, അതായത് ഇപ്പം എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ ചോദിക്കാൻ പറ്റിയത് നമ്മുടെ ഈ നമ്പർ ഓഫ് ബ്രിക്സ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ എസ്റ്റിമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ട്രപ്പിസോയിഡലും സിംപ്സൺ ഫോർമുലയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സബ്ജക്റ്റ് ഏതാണ്? സർവേയിങ് ആൻഡ് ലെവലിംഗ്. അതായത് ഓവർസിയർ എക്സാംസ് ആയാലും ഏതൊരു എക്സാം എടുത്താലും എപ്പോഴും കാണുന്ന ഒരു സബ്ജക്റ്റാണ് സർവേയിങ് ആൻഡ് ലെവലിംഗ്. ഈ സർവേയിങ് ആൻഡ് ലെവലിംഗിൽ ഇൻസ്ട്രുമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചെയിൻ സർവേയിങ്, കോമ്പ് സർവേയിങ്, അതുപോലെ തന്നെ പ്ലെയിൻ ടേബിൾ സർവേയിങ്, തിയോഡലൈറ്റ് സർവേയിങ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സർവേ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. സർവേ ഇപ്പോൾ നമുക്ക് പ്രോബ്ലംസ്, അതായത് ഇപ്പോൾ സർവേ എന്നാണ് പ്രോബ്ലം ചോദിക്കാൻ സാധിക്കുന്നുള്ളൂ. അതായത് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മളെ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, പിന്നെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ ഹോൾ സർക്കിൾ ബിയറിംഗ്, ഡിക്ലിനേഷൻ കണ്ടുപിടിക്കുന്നത്, ഇതേപോലത്തെ സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ A ലെവലിലോട്ട് പോകത്തില്ല എങ്കിലും ഫസ്റ്റ് ഗ്രേഡ് ആയതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പ്രതീക്ഷിക്കാം. അടുത്ത് ലെവലിംഗ്, പിന്നെ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു 3 ടേംസ് ഉണ്ട്. ഏതാണ്? റേഡിയേഷൻ, ഇന്റർസെക്ഷൻ, റിസെക്ഷൻ. ഇതിൻ്റെ തന്നെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇപ്പോൾ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ. അടുത്ത കോണ്ടൂറിങ്, അതായത് അഡ്വാൻസ് സർവേയിങ്ങിൽ നിന്ന് ഇപ്പോൾ PSC കൊടുത്തിട്ടുള്ളത് കോണ്ടൂറിങ് ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് വെർട്ടിക്കൽ ക്ലിഫ്, അതായത് നമ്മൾ ആ ഒരു ലൈൻസ്, കോണ്ടൂറിങ് ലൈൻസ് എങ്ങനെയാണ് വരുന്നതിനനുസരിച്ചാണല്ലോ നമ്മൾ ഈ വെർട്ടിക്കൽ ക്ലിഫ്, ലെവൽ സർഫസ്, സ്റ്റീപ്പ് വേലി അതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്നാൽ ശരി, നമുക്ക് 10ാമത്തെ സബ്ജക്റ്റ്, അതായത് അവസാനത്തെ സബ്ജക്റ്റ് ആയുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഈ മെക്കാനിക്സ് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ സ്ട്രെസ്, സ്ട്രെയിൻ, ഇലാസ്റ്റിസിറ്റി, അതൊക്കെ നമ്മുടെ മെക്കാനിക് ഓഫ് സോളിഡ്സ് ആ ഒരു സിലബസിൽ വരുന്നതാണ്. അതിപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ആ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നമുക്ക് ആ ഒരു ലിമിറ്റ് പഠിക്കുന്നുണ്ടല്ലോ, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, അതൊക്കെ എവിടെയാണ് വരുന്നത്, എന്താണ് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അവിടെ തന്നെ സ്ട്രെയിൻ എന്താണ്, പിന്നെ പ്രൂഫ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, പെർസെൻറ്റേജ് എലോങ്ങേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ളത്, അതായത് നമ്മുടെ ഈ ഷേപ്പ്, ഓരോ ഷേപ്പ് ഉണ്ടല്ലോ, ട്രയാങ്കിളിൻ്റെ ഷേപ്പ്, അതിൻ്റെയൊക്കെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ്റെ കുറച്ച് ലോസ് ഉണ്ട്, ന്യൂട്ടൺസിൻ്റെ ലോ ഉണ്ട്. പിന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പഠിക്കുന്നുണ്ട്, പിന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, പിന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അതൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്, ഒരു ഫോഴ്സിന് നമ്മൾ റിസോൾവ് ചെയ്യുന്നത് ഏതൊക്കെ ഒരു മെത്തേഡുണ്ട്. കുറച്ച് ലാമീസ് തിയറം വെച്ചിട്ട് നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാം. പിന്നെ വാരിഗ്നോൺസ് തിയറം വെച്ചിട്ട് നമ്മൾ റിസോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം ഇവിടെ നിന്ന് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന്. സോ ഇതാണ് നമ്മുടെ ആ ഒരു സിലബസ് അനാലിസിസ് വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ ആ ഒരു പ്രീവിയസ് ട്രെൻഡ് അനുസരിച്ചിട്ട്, അതായത് നമ്മുടെ ആ ഒരു PSCയുടെ നമ്മളെ ഓവർസിയർ എക്സാംസ്, പ്രീവിയസ് ആയിട്ടുള്ള ഓവർസിയർ എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ 5 to 10 ഇയേഴ്സിലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നമ്മൾ എന്തായാലും നോക്കിയിട്ട് പോകണം. നമ്മളിപ്പോൾ നമ്മുടെ സിവിലിയൻസ് തന്നെ നടത്തുന്ന ഒരു ഓവർസിയർ PYQ ലൈവ് ഡിസ്കഷൻ എന്ന് നടത്തുന്നുണ്ട്. അത് എല്ലാവർക്കും, കുറേ സ്റ്റുഡൻസിനും നമ്മൾ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അത് എല്ലാവരും കാണണം, കാരണം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ആ ഒരു ഓവർസിയർ എക്സാമിന് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ലൈവായിട്ട് നമ്മൾ കണ്ട് അത് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാമിന് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് നേരുന്നുണ്ട്. താങ്ക് യു.